വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡിറ്റർമിനൻസ് നോക്കൂ. എന്താണ് ഡിറ്റർമിനൻസ്? ഡിറ്റർമിനന്റ് ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ ആൻഡ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഫ്രം ദി എലമെന്റ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. നമ്മളൊരു സ്ക്വയർ മെട്രിക്സിന്റെ എലമെന്റ്സിൽ നിന്ന് നമ്മളൊരു വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു മെട്രിക്സിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിറ്റർമിനന്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു സ്ക്വയർ മെട്രിക്സിന്റെ എലമെന്റ്സിന്റെ വാല്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അല്ലെ. അതായത് ഡിറ്റർമിനന്റ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മെട്രിക്സ് എങ്ങനെയുള്ളതായിരിക്കണം? അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ എന്തുള്ളൂ? ഡിറ്റർമിനന്റ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് എന്ത്? ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ എലമെന്റ്സിൽ നിന്ന് നമ്മളൊരു വാല്യൂ, അല്ലെങ്കിൽ ആ ഒരു എലമെന്റ്സിന്റെ തുകയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിറ്റർമിനന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് വായിക്കുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് എ അല്ലെ, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് എ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും നമുക്ക് പറയാം എന്ത്? ഡെറ്റ് എ, ഇങ്ങനെയും നമുക്ക് ഡിറ്റർമിനന്റിനെ വിളിക്കാം. ഓക്കെ, ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഡിറ്റർമിനന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ വായിക്കേണ്ടത്? ഡിറ്റർമിനന്റ് ഓഫ് എ. ഓക്കെ, അപ്പൊ നോക്കൂ ഇവിടെ കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂ ഓഫ് എ ഡിറ്റർമിനന്റ്. എങ്ങനെയാണ് നമ്മളൊരു സ്ക്വയർ മെട്രിക്സിന്റെ വാല്യൂ, സ്ക്വയർ മെട്രിക്സിന്റെ എലമെന്റ്സിൽ നിന്നുള്ള വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. നോക്കൂ ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് 1x1 അല്ലെ, അതായത് 1x1 മെട്രിക്സ് ആയിട്ടില്ല. അവിടെ എങ്ങനെയായിരിക്കും? 1x1 മെട്രിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അവിടെ ഒരൊറ്റ കോളവും ഒരൊറ്റ റോയും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. അതായത് ഇപ്പൊ ഇവിടെ നോക്കുക 1, അവിടെ ഒരൊറ്റ എലമെന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒരൊറ്റ കോളം ഒരൊറ്റ റോ എന്ന് പറയുമ്പോൾ എന്താണ്? 1x1. 1x1 എന്ന് പറയുമ്പോൾ ഒരു കോളവും ഒരു റോയും. അപ്പൊ അവിടെ ആകെ ഒരു എലമെന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ക്വയർ മെട്രിക്സിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഡിറ്റർമിനന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അറിയണം എന്താണ് ഈ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോയും ഈക്വൽ ആവണം അല്ലെ. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, നോക്കൂ, ഇതൊരു മെട്രിക്സ് ആണ്. 1 2 3 4 5 6 7 8 9 അല്ലെ. ഇവിടെ നോക്കൂ, ഇവിടെ എത്ര കോളംസ് ഉണ്ട്? 1 2 3 1 2 3 3 കോളംസും 3 റോയും അല്ലെ. അതായത് 3x3 അല്ലെ, 3x3 എന്നുള്ള മെട്രിക്സ് ആണ്. ഇവിടെ എങ്ങനെയായിരിക്കും? കോളവും റോയും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1x1 എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സിന്റെ 1x1 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അവിടെ ഒരു എലമെന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. അതായത് ഒരു കോളവും ഒരു റോയും, അങ്ങനെ പറയുമ്പോൾ ഒരു എലമെന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നോക്കൂ, ഇവിടെ ഇഫ് എ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സില്, അല്ലെങ്കിൽ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു എ, അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എ, ഒരൊറ്റ എലമെന്റേ ഉള്ളൂ. കാരണം എന്താണ്? ഈ ഒരു മെട്രിക്സ് 1x1 1x1 ആണ് അല്ലെ. 1x1 ആണ്. 1x1 എന്ന് പറയുമ്പോൾ എന്താണ്? ഒരൊറ്റ കോളം ഒരൊറ്റ റോ. അപ്പൊ ഇങ്ങനെയുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ എലമെന്റിന് തന്നെ ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, നിങ്ങളോട് 1x1 ഓർഡർ ഉള്ള ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ആ സംഖ്യ തന്നെ എടുത്തെഴുതിയാൽ മതി. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ. 1x1 ഓർഡർ ആണ് അല്ലെ. ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെയാണ്? 1x1 ആണ്. കാരണം എന്താണ്? ഇവിടെ ഒരൊറ്റ കോളവും ഒരൊറ്റ റോയും മാത്രമേ ഉള്ളൂ, അതായത് ഒരൊറ്റ എലമെന്റേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതേ സംഖ്യ തന്നെയാണ് 2.
ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ -2 ആണെന്നുണ്ടെങ്കിലോ, a is equal to -2 ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -2. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ 1 by 1 മെട്രിക്സ് ഉള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ആ ഒരു എലമെന്റിനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കൂ. ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് ഹൂസ് ഓർഡർ ഈസ് 2. അതായത് 2 by 2 ഓർഡർ ഉള്ള ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പൊ നോക്കൂ ഇവിടെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പൊ അത് 2 by 2 ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് ആണ് അല്ലെ. അതായത് 2 by 2 ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? 2 റോയും 2 കോളംസും ഉള്ള മെട്രിക്സ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാ കാണുക? ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഡയഗണൽ എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അല്ലെ, അതായത് ഇതിനെ നമ്മളൊരു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇപ്പൊ ഇവിടെ ആദ്യത്തെ ഡയഗണൽ എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് മൈനസ് രണ്ടാമത്തെ ഡയഗണൽ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടിയ റിസൾട്ട്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇത് നോക്കൂ, മെട്രിക്സ് എ 2 3 1 2 അല്ലെ, അതിന്റെ എലമെന്റ്സ് ആണ്. 2 by 2 ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് ആണ്. നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതും എന്താണ്? 2 by 2 ഓർഡർ ഉള്ള ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു 2 by 2 ഓർഡർ ഉള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ ഡിറ്റർമിനന്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ? ഇതാണ് ഡിറ്റർമിനന്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു ഡയഗണൽ എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം അല്ലെ. ഇവിടുത്തെ ഡയഗണൽ എലമെന്റ്സ് എന്താണ്? 2 into 2 മൈനസ് 3 into 1 അല്ലെ. അതായത് ഈ എലമെന്റും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക, മൈനസ് നെക്സ്റ്റ് ഡയഗണൽ എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക അല്ലെ. ഇപ്പൊ നോക്കൂ, ഇവിടെ ഇതിന്റെ ആൻസർ എങ്ങനെയായിരിക്കും? 2 into 2 4 അല്ലെ. 4 മൈനസ് 3 into 1 3 ഈസ് ഈക്വൽ ടു 1 അല്ലെ. 4 മൈനസ് 3 ഈസ് ഈക്വൽ ടു 1. അപ്പോ 2 by 2 ഓർഡർ ഉള്ള ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക. ഫസ്റ്റത്തെ ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് മറ്റ് ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്പിൾ ചെയ്ത റിസൾട്ട് മൈനസ് ചെയ്യണം അല്ലെ. അതായത് ആദ്യം 4 എലമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക 2 by 2 ഓർഡർ മെട്രിക്സിൽ. അതിൽ ഡയഗണൽ എലമെന്റ്സ് ആദ്യം മൾട്ടിപ്പിൾ ചെയ്യുക, അതിൽ നിന്ന് മറ്റ് ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്പിൾ ചെയ്തത് മൈനസ് ചെയ്യുക അല്ലെ. അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അല്ലെ. അങ്ങനെ കിട്ടുന്ന റിസൾട്ട് ആണ് 2 by 2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. അപ്പൊ അത് ഈസിയാണ് അല്ലെ. 2 by 2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ ഈസിയാണ്. നോക്കൂ, അതേപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 1 2 4 2 ഇതൊരു 2 by 2 ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് ആണ്. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാ നമ്മൾ കാണുക? ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാ കാണുക? 1 into 2 അല്ലെ. ഇത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാം. 1 into 2 മൈനസ് 2 into 4 2 into 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 into 2 ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 into 4 ഈസ് ഈക്വൽ ടു 8. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ എലമെന്റ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? -4 ആണ് അല്ലെ. -6 ആണ് അല്ലെ. -6 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഭാഗം നമ്മൾ പറയാൻ പോകുന്നത്, ഇതുവരെ നമ്മൾ പറഞ്ഞത് 1 by 1 ഓർഡർ ഉള്ള ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാ കാണുക, അതേപോലെ തന്നെ 2 by 2 ഓർഡർ ഉള്ള ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പറയാൻ പോകുന്നത് 3 by 3 ഓർഡർ ഉള്ള ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നോക്കൂ, ഇവിടെ ഇപ്പൊ നമ്മളിവിടെ ഈ ഒരു ഇങ്ങനെ 3 by 3 ഓർഡർ ഉള്ള ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സൈൻ എക്സ്ചേഞ്ച് ആണ്. നോക്കൂ, ഇവിടെ നമുക്കൊരു 3 by 3 ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് തന്നു. അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഈ ഒരു 3 by 3 ഓർഡർ ഉള്ള മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ എലമെന്റ്സിന് സൈന് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാ എലമെന്റ്സിനും നമ്മൾ സൈന് കൊടുക്കണം. എങ്ങനെയാ നോക്കുക? അതായത് ഫസ്റ്റ് എലമെന്റിനെ നമ്മൾ പ്ലസ് ചിഹ്നം കൊടുക്കുന്നു,
സെക്കൻഡ് എലമെന്റിന് നമ്മൾ മൈനസ് കൊടുക്കുന്നു, തേർഡ് എലമെന്റിന് നമ്മൾ പ്ലസ് കൊടുക്കുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റിന് നമ്മൾ മൈനസ് കൊടുക്കുന്നു, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? പ്ലസ് കൊടുക്കുന്നു. അടുത്ത എലമെന്റിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? മൈനസ് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിന് നമ്മൾ പ്ലസ് കൊടുക്കുന്നു ആൻഡ് നെക്സ്റ്റ് മൈനസ് പ്ലസ്. അപ്പൊ നിങ്ങൾ ഈ സൈനിന്റെ ഈ ഒരു ഓർഡർ നിങ്ങൾ ഈ 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം ഈ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അല്ലെ. അതായത് ഫസ്റ്റത്തെ എലമെന്റിന് പ്ലസ്, മൈനസ്, സെക്കൻഡ് എലമെന്റിന് മൈനസ്, തേർഡ് എലമെന്റിന് പ്ലസ്, പിന്നെ അത് അങ്ങനെ പോകും. പിന്നെ നെക്സ്റ്റ് മൈനസ് പ്ലസ് മൈനസ്, ദെൻ പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ നോക്കുക ഫസ്റ്റ്. അപ്പൊ ആ ഒരു സൈനിന്റെ ആ ഓർഡർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താ നോക്കുക ഇവിടെ. അപ്പൊ ഒരു 3/3 ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഇതിൽ ഏത് റോയും ഏത് കോളവും എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് നോക്കൂ. ഇവിടെ നമ്മൾ ഫസ്റ്റ്, ഇപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ ഞാൻ ഫസ്റ്റ് റോയിനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് റോ, അതിലെ ഫസ്റ്റ് എലമെന്റ് അല്ലെ 2, ഈ 2 അടങ്ങിയിട്ടുള്ള കോളവും 2 അടങ്ങിയിട്ടുള്ള റോയും ഞാൻ എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യാണ്, ഡിലീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കുക, നമുക്കറിയാം ഈ സൈൻ നമുക്കറിയാം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിന് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? പ്ലസ് സൈൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആ 2നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 + 2 ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? 2 അടങ്ങിയിട്ടുള്ള റോയും കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്താൽ, മാറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എലമെന്റ്സ് ഏത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? ഈ 4 എലമെന്റ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിനെ നമ്മൾ എടുത്തെഴുതുക. 1 1 -2 -3. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത എലമെന്റ് നോക്കുക, 1 അല്ലെ. ഈ റോനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. ആ റോയിലുള്ള സെക്കൻഡ് എലമെന്റ് നോക്കുക. ഈ സെക്കൻഡ് എലമെന്റിന്റെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് കൊടുക്കുന്നു? -1. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സെക്കൻഡ് എലമെന്റ് അടങ്ങിയിട്ടുള്ള കോളവും റോയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വരുന്ന എലമെന്റ്സ് ഏത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? ഈ റോയും ഈ കോളവും ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന 4 എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? 1, ഈ കോളത്തിലെ 1 അല്ലെ, അതേപോലെ തന്നെ 1 -3 അല്ലെ. അതായത് ഇതും അല്ലെ, ഈ ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്നത് എന്താണ്? 1 അല്ലെ, ബാക്കി ആൻഡ് 1 -3 ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ദെൻ ഇനി അടുത്തത് നോക്കുക, -1 അല്ലെ. ഇതിന്റെ ആക്ച്വൽ ചിഹ്നം എന്താണ്? +1 ആണ്, പ്ലസ് സൈൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുക? പ്ലസ്, ഇതിന് നമ്മൾ അതേപോലെ എടുത്തെഴുതുന്നു -1. ഇനി എന്ത് ചെയ്യാണ്? -1 അടങ്ങിയിട്ടുള്ള റോയും അല്ലെ, -1 അടങ്ങിയിട്ടുള്ള കോളവും റോയും നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്നത് എന്താണ്? 1 1 1 -2 അല്ലെ. 1 1 1 -2. ഓക്കെ, അപ്പൊ ഇതെന്തായി? ഇതൊരു 2/2 മെട്രിക്സ് ആയി മാറിയല്ലോ. 2/2 മെട്രിക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡയഗണൽ എലമെന്റ്സുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് അതിന് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. നോക്കൂ ഇവിടെ, അത് നമ്മൾ നോക്കുക, ഇത് നോക്കാം. 1 × -3 എന്ത് കിട്ടും? -3 കിട്ടും അല്ലെ. അതേപോലെ മൈനസ് അല്ലെ, കുറക്കല്ലേ ചെയ്യുന്നത്. 1 × -2 എന്ത് കിട്ടും? -2 കിട്ടും അല്ലെ. 1 × -2 ഓക്കെ. ദെൻ അടുത്തത് -1 അങ്ങനെ തന്നെ എഴുതുക. 1 × -3 എത്ര കിട്ടും? -3 കിട്ടും അല്ലെ. -1 × 1 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ദെൻ അടുത്തത് നോക്കുക, പ്ലസ് -1 അതേപോലെ കൊടുക്കുക. ദെൻ 1 × -2 എന്ത് കിട്ടും? -2 കിട്ടും. -1 × 1 1. ഓക്കെ, ഇനി നമ്മൾ ചെയ്ത് നോക്കാം. നോക്കൂ ഇവിടെ, -3 -2. അപ്പൊ നമുക്കറിയാം 2 മൈനസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായി മാറും? പ്ലസ് ആയി മാറും അല്ലെ. ഓക്കെ, അപ്പൊ അതായത് ഇവിടെ എങ്ങനെയായിരിക്കും? നമുക്ക് ഇങ്ങനെ കിട്ടും, -3 + 2 ആയി മാറിയത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തറിയാം?
അതായത് രണ്ട് ചിഹ്നങ്ങൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അറിയാം എന്താ, വലുതിൽ നിന്ന് എന്ത് ചെയ്യാ, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക അല്ലെ, അങ്ങനെയല്ലേ ഉണ്ടാവുക അല്ലെ. അപ്പൊ 3ൽ നിന്ന് 2 കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും അല്ലെ. ആ 1ന് നമ്മൾ ഏത് സൈനാ കൊടുക്കുക, വലുതിന്റെ സൈന് കൊടുക്കുക. ഓക്കെ, അപ്പൊ -1 അല്ലെ, 2 × -1. ഇനി ഇത് ചെയ്യുമ്പോ എങ്ങനെയായിരിക്കും, ഇത് ചെയ്യുമ്പോ നോക്കിവിടെ -3 -1 ഇത് ചെയ്യുമ്പോ എങ്ങനെയായിരിക്കും, ആദ്യം ഇങ്ങനെ 2 സൈന് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തമ്മിൽ കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക, മൈനസ് ചിഹ്നം കൊടുക്കുക അല്ലെ. അതായത് -3 -1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത്, അത് നമ്മൾ കൂട്ടുക, അതായത് -3യും 3യും 1ഉം കൂട്ടിയാൽ നമുക്ക് 4 കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നെഗറ്റീവ് സൈൻ ചേർക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, -4 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ്, അടുത്തത് ഇതും അതേപോലെ തന്നെ അല്ലെ. എങ്ങനെയാണ്, -2 -1 നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക, എന്നിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. അപ്പൊ 2 + 1 3 കിട്ടും, നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, -3 കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ഇത് കൊണ്ട് ഇൻഡു ചെയ്യാം അല്ലെ. അതായത് 2 × -1 നമുക്ക് എന്ത് കിട്ടും, 2 × -1 -2 കിട്ടും. ഓക്കെ, ഇനി -1 × -4 എന്ത് കിട്ടും, +4 കിട്ടും. മൈനസ് ഇൻറ്റു മൈനസ് ഇൻറ്റു ചെയ്താൽ അത് പ്ലസ് ആയി മാറും, 4 കിട്ടും. ദെൻ നോക്കൂ, -1 × -3 അതെന്തായി മാറി, +3 ആയി മാറി. ഓക്കെ, ഇനി ഇത് ചെയ്ത് നോക്കുക നമ്മള്, -2 + 4 എന്താ കിട്ടുക, 4ൽ നിന്ന്, അതായത് വലുത് ഇങ്ങനെ 2 ചിഹ്നങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക അല്ലെ. അപ്പൊ നമ്മൾ 4ൽ നിന്ന് -2 കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും, +2 കിട്ടും. പ്ലസ് ഈ 3 അതേപോലെ എഴുതുന്നു. ദെൻ നമുക്ക് കിട്ടിയ ആൻസർ 5. അപ്പോ ഈ 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ആണ്. ഇനിയിപ്പോ നമ്മൾ ഇതിൽ ഏത് കോളം യൂസ് ചെയ്താലും, ഇപ്പൊ നമ്മൾ ഈ കോളം യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്താലും അല്ലെങ്കിൽ ഏത് റോ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 5 ആയിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കുക, പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി നോക്കുക, ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് ഡിറ്റർമിനന്റ് എ. അതായത് നമുക്കിപ്പോ ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, അതായത് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് എന്തിന് ഈക്വൽ ആണ്, അത് അതായത് ഇപ്പോ എ എന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഇനി അതിനെ ട്രാൻസ്പോസ് ചെയ്താൽ കിട്ടുന്ന ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ നോക്കും, ഇവിടെ ഇപ്പോ ഇത് അതായത് ഇപ്പൊ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ, ഇതിപ്പോ ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക അല്ലെ. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് ഇത് ചെയ്താൽ, ഇതിപ്പോ നമുക്ക് എങ്ങനെയാണ് ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാന്ന് അറിയാം അല്ലെ. 3/3 മെട്രിക്സ് ആണ്, നമുക്കിത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാന്ന് അറിയാം അല്ലെ. എങ്ങനെയാ ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ പ്ലസ് മൈനസ് പ്ലസ് അല്ലെ, ആദ്യം നമ്മൾ ആ സൈൻ നോക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ ഫസ്റ്റ് റോനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിലെ എലമെന്റ്സിനെ ഫസ്റ്റ് എലമെന്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് അത് അടങ്ങിയിട്ടുള്ള കോളംസ് ആൻഡ് റോസ് നമ്മൾ റിമൂവ് ചെയ്യുന്നു, ബാക്കിയുള്ളതിനെ നമ്മൾ ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് അല്ലെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഒരു 6 ആണെന്ന് വിചാരിക്കുക. ഇനി നമ്മള് ഈ ഒരു മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്തു. എന്താണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, അതായത് ഇതിലെ കോളം, ഈ കോളത്തിലെ എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റോ ആക്കി മാറ്റുക അല്ലെ. ഇതിലെ കോളത്തിലെ എലമെന്റ് നോക്കൂ, 1 3 -2 അതിനെ നമ്മൾ റോ ആക്കി മാറ്റുക അല്ലെ. 1 3 -2 6 2 0 അതിനെ നമ്മൾ 6 2 0 റോ ആക്കുക. കോളത്തിലെ എലമെന്റ്സിനെ നമ്മൾ റോയിലെ എലമെന്റ്സ് ആക്കിയിട്ട് എഴുതുക. ഇങ്ങനെ ചെയ്താൽ നമുക്കൊരു ഇപ്പൊ ട്രാൻസ്പോസ് ചെയ്ത ഒരു മെട്രിക്സ് കിട്ടിയല്ലോ, ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും, 6 തന്നെ ആയിരിക്കും. അതായത് എന്താണ്, ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആ ഒരു മെട്രിക്സിനെ നമുക്ക് ട്രാൻസ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ആയിരിക്കും. അപ്പൊ മെട്രിക്സ് എന് കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ മെട്രിക്സ് എനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്താലും
അങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയാം അല്ലെ. അതായത് ഇപ്പോ ഈ മെട്രിക്സിന്റെ വാല്യൂ ഈ മെട്രിക്സിന്റെ അതിന് ട്രാൻസ്പോസ് ചെയ്ത മെട്രിക്സിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. രണ്ടാമത്തെ മെട്രിക്സ്, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത് നോക്കുക. ഇവിടെ ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അതിനെ if any row or columns of determinant are interchanged, the value of determinant remain the same but the sign is reversed. അല്ലെ, അതായത് ഇവിടെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡിറ്റർമിനന്റ് തന്നെങ്കിൽ ഇങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ നോക്കുക. അതായത് ഇവിടെ നോക്കുക, ഇതില് 1 6 5 3 2 1 -2 0 3. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ഇതിന്റെ കോളത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ റോന്റെ കോളത്തിന്റെ ഓർഡറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. അതായത് ഇവിടെ ഇപ്പൊ നോക്കൂ, ഇങ്ങോട്ട് മാറ്റി എഴുതിയത് നോക്കൂ നിങ്ങളെ. ഇപ്പൊ തേർഡ് റോനെ ഞാൻ ഫസ്റ്റ് റോ ആക്കിയിട്ട് എഴുതി, ഫസ്റ്റ് റോനെ ഞാൻ തേർഡ് റോ ആക്കിയിട്ടും എഴുതി. അപ്പൊ ഇത്തരത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ, അപ്പോ അങ്ങനെ മാറ്റം വരുത്തിയാലും നമുക്ക് കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ സെയിം ആയിരിക്കും, പക്ഷെ അത് നെഗറ്റീവ് സൈൻ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഒന്നും കൂടെ പറയാം. അതായത് ഇപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഡിറ്റർമിനന്റ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എനിക്ക് ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 56 കിട്ടിയെന്ന് വിചാരിക്കുക. ദെൻ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ തേർഡ് റോയെ ഞാൻ ഫസ്റ്റ് റോ ആക്കിയിട്ടും ഫസ്റ്റ് റോയെ ഞാൻ തേർഡ് റോ ആക്കിയിട്ടും മാറ്റി എഴുതി. അപ്പൊ നമ്മൾ മാറ്റി എഴുതിയ ഒരു ഇതാണ് മെട്രിക്സ് ആണിത്. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ കിട്ടിയ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോഴും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഈ 56 തന്നെ ആയിരിക്കും, പക്ഷെ ഇൻവേഴ്സ് സൈൻ ആയിരിക്കും. ഇവിടെ +56 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ -56 ആയിരിക്കും. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക, കറക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഒറിജിനൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഓർഡറുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക അല്ലെ. ഇപ്പൊ ഇതിൽ എന്താ നമ്മൾ ചെയ്തത്? തേർഡ് റോനെ ഫസ്റ്റ് റോ ആക്കി മാറ്റി എഴുതി അല്ലെ. ഫസ്റ്റ് റോനെ തേർഡ് റോ ആക്കിയിട്ട് മാറ്റി എഴുതി. ഇനി നമുക്ക് ഈ മാറ്റി എഴുതിയ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോഴും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തുതന്നെയായിരിക്കും? ആദ്യത്തെ ഡിറ്റർമിനന്റ് വാല്യൂ തന്നെ ആയിരിക്കും, പക്ഷെ ഇൻവേഴ്സ് സൈൻ ആയിരിക്കും അല്ലെ. ഇവിടെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? ആൻഡ് തേർഡ് നോക്കുക. ഇപ്പൊ ഒരു മെട്രിക്സിന്റെ രണ്ട് റോയിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളത്തിന്റെയോ എലമെന്റുകൾ ഒരേപോലെയാണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോ ഈ ഒരു മെട്രിക്സ് എലമെന്റുകളാണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് നോക്കൂ. ഇവിടെ ഈ എലമെന്റുകളിൽ സെക്കൻഡ് റോയിലെ എലമെന്റും തേർഡ് റോയിലെ എലമെന്റും ഒരേപോലെയാണ്. 3 2 1 3 2 1. അപ്പൊ ഏതെങ്കിലും ഒരു മെട്രിക്സിന്റെ രണ്ട് കോളത്തിന്റെയോ അല്ലെങ്കിൽ രണ്ട് റോയുടെയോ എലമെന്റുകൾ ഒരേപോലെയാണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ഒരു പ്രോപ്പർട്ടി ആണ് നമുക്ക് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. നമ്മളെ ഒരു മെട്രിക്സിലെ ഏതെങ്കിലും ഒരു കോളത്തിലെ എലമെന്റ്സിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോയിലെ എലമെന്റ്സിനെയോ നമ്മൾ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ക്വാണ്ടിറ്റി കൊണ്ട് ആദ്യത്തെ ഒറിജിനൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നോക്കുക. ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു മെട്രിക്സ്, ഇതിന്റെ ഡിറ്റർമിനന്റ്, അതായത് ഇത് ഒരു മെട്രിക്സ് ആണ്, ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 56 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഡിറ്റർമിനന്റ് വീണ്ടും വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. ആദ്യം നമ്മൾ സൈൻ ശ്രദ്ധിക്കണം. അതായത് സൈൻ എന്ന് പറയുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് അല്ലെ. ആ ഒരു സൈനിന്റെ ഓർഡർ നിങ്ങൾ ശ്രദ്ധിക്കുക.
എന്നിട്ട് എന്ത് ചെയ്യണം, അതിന് നമ്മൾ ഏതെങ്കിലും ഒരു റോയോ ഏതെങ്കിലും ഒരു കോളത്തിനെയോ നമ്മൾ എക്സ്പാൻഷൻ നടത്തണം. അതെങ്ങനെയാ ചെയ്യുന്നത്? അതിലെ നമ്മൾ ഫസ്റ്റ് റോ ആണെന്നുണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് എലമെന്റ് വരുന്ന കോളവും റോയും നമ്മൾ ഡിലീറ്റ് ചെയ്യുക, ബാക്കി വരുന്ന ഭാഗം എഴുതിയെടുക്കുക അല്ലെ. എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. ദെൻ അതിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഡിറ്റർമിനന്റ് വാല്യൂ 56 ആണെന്ന് വിചാരിക്കുക. ഇനി ഈ ഒരു പ്രോപ്പർട്ടിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു റോനെയോ ഏതെങ്കിലും ഒരു കോളത്തിനെയോ നമ്മൾ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ ഫസ്റ്റ് റോനെ ഞാൻ ഒരു 2 എന്ന ഒരു ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും, 1 into 2 അല്ലെ, 6 into 2, 5 into 2. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു മെട്രിക്സ് കിട്ടും അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഇത് കിട്ടും. ഇനി നമുക്ക് അതിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തിന് തുല്യമായിരിക്കും അത്? അതായത് 2x ഡിറ്റർമിനന്റ് എന്തിന് തുല്യമായിരിക്കും? ആദ്യത്തെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെ നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഏതെങ്കിലും റോനെയോ അതേപോലെ തന്നെ കോളത്തിനെയോ മൾട്ടിപ്ലൈ ചെയ്തത്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ആദ്യത്തെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 56 ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഒരു സ്കാലർ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ റോനെയോ ഏതെങ്കിലും ഒരു കോളത്തിനെയോ നമ്മൾ എന്ത് ചെയ്തു, മാറ്റം വരുത്തി അല്ലെ, ഇൻറ്റു ചെയ്തിട്ട് മാറ്റം വരുത്തി. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ഒന്നും ചെയ്യേണ്ട, എന്ത് മാത്രം ചെയ്താൽ മതി, ഇപ്പൊ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നിങ്ങളോട് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ഡിറ്റർമിനന്റ് മെട്രിക്സ് തന്നു, അതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂം തന്നു, എന്നിട്ട് നിങ്ങളോട് പറയണെന്ത്, ഒരു ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കൊണ്ട് ഫസ്റ്റ് റോനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിലെ എലമെന്റ്സിനെ മാറ്റം വരുത്തിയിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കാണണം എന്ന് പറഞ്ഞു അല്ലെ. അതായത് ക്വാണ്ടിറ്റി ഫോർ എക്സാമ്പിൾ 2 ആണ്, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട, എന്താ ചെയ്യേണ്ടത്, ആ ഡിറ്റർമിനന്റ് ഇതുപോലെ എഴുതിയെടുക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയും 2x 165 321 -20 ആ എലമെന്റ്സിന് അതേപോലെ തന്നെ എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ഫസ്റ്റിൽ കിട്ടിയിട്ടുള്ള ഡിറ്റർമിനന്റ് വാല്യൂ എത്രയെന്ന് നോക്കുക, അതിന്റെ കൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി അല്ലെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പൊ 2 ആണെങ്കിൽ എന്ത് ചെയ്യുക, 2 into 56 = അല്ലെ എത്രയാണ്, 112 അല്ലെ, 112 എന്നുള്ള റിസൾട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു പ്രോപ്പർട്ടി നോക്കുക. ഇവിടെ if all the elements of a row or column of a determinant are added or subtracted k times the corresponding elements of another row or column, the value of determinant remains unchanged. എന്താ പറയുന്നത് ഇവിടെ, നമുക്കിപ്പോ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 56 ആണെന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ നിങ്ങൾ ഇത് നോക്കണം, നിങ്ങൾ വീട്ടിൽ പോയിട്ട് അത് ചെയ്ത് നോക്കണം. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു മെട്രിക്സ് ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ 56 ആണെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലെ ഏതെങ്കിലും ഒരു കോളത്തിനെയോ അല്ലെങ്കിൽ റോയെയോ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു കോളത്തിലെയോ അല്ലെങ്കിൽ റോയിലെയോ എലമെന്റ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്കൂ, ഇവിടെ add or subtracted k times the corresponding elements of another row or column അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 times ഇപ്പൊ നമ്മൾ ഇതിലെ ഈ ഒരു ഫസ്റ്റ് കോളത്തിനെ ഞാൻ മാറ്റി എഴുതാണ്. എങ്ങനെയാണ് മാറ്റി എഴുതുന്നത്, അതായത് ഇതിനെ നമ്മൾ മാറ്റി എഴുതുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, 1 3 -2 ആണ് അല്ലെ. കോളത്തിലെ എലമെന്റ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് അല്ലെ. അപ്പൊ ഇതിനെ ഞാൻ മാറ്റി എഴുതാണ്. എങ്ങനെ മാറ്റി എഴുതുന്നത്, അതായത് ഈ എലമെന്റ്സിന്റെ കൂടെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുക. എന്ത്, 2 times corresponding element of another column അല്ലെ. അതായത് 2 times അല്ലെങ്കിൽ k times, എത്ര ടൈംസ് വേണം. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 times 2 വട്ടം കറസ്പോണ്ടിങ് എലമെന്റ്സ് ആയിട്ടുള്ള അനദർ കോളത്തിലെ എലമെന്റ്സിനോടൊപ്പം ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ്സ് കൂട്ടിയതാണ് നമ്മൾ അങ്ങനെ മാറ്റി എഴുതാന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു എന്താണ്, ഇതിന്റെ ഈ എലമെന്റ്സിനെയാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. എന്താ ചെയ്യുന്നത്, ഇവിടെ
ഇതിനെ നമ്മൾ ഈ ഒന്നിന്റെ കൂടെ ആഡ് ചെയ്യാണ്. ഇപ്പൊ രണ്ട് ടൈം, ഫോർ എക്സാമ്പിൾ k ടൈംസ് നമുക്ക് എത്ര ആവാം? 3 ടൈംസ് ആവാം, 4 ടൈംസ് ആവാം. രണ്ട് വട്ടം കറസ്പോണ്ടിങ് എലമെന്റ്സ് അല്ലെ, അതായത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റ് 6 ആണ്, 3ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് 2 ആണ്, -2ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന്റെ 2 ടൈംസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനോടൊപ്പം കൂട്ടിയതാണ് എന്ത്? ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സ്. അപ്പൊ നോക്കുക, നമ്മൾ ഈ 1നെ നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്കുക. 2 ടൈംസ് അല്ലെ, അതായത് 2 ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ആയിട്ടുള്ള 6 ഇൻറ്റു 6 എന്തായിരിക്കും? അപ്പൊ ഇതിലെ സംഖ്യ മാറി അല്ലെ, അതായത് നോക്കൂ ഇവിടെ 2 ഇൻറ്റു 6 എത്രയാണ്? 12 അല്ലെ, 12 പ്ലസ് 1 13. അപ്പോ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് 1 എന്നുള്ളത് ഞാൻ എന്താക്കി മാറ്റി? 13 ആക്കി മാറ്റി. എങ്ങനെയാണ് മാറ്റിയത്? k ടൈംസ് മൾട്ടിപ്ലൈഡ് by the corresponding element of the another column അല്ലെ, അതായത് ആ ഒരു എലമെന്റിനോടൊപ്പം അതിന്റെ കറസ്പോണ്ടിങ് കോളത്തിലെ എലമെന്റിനെ k ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ അതിനെ മാറ്റുകയാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. 3 എന്ന എലമെന്റിനെ ഞാൻ മാറ്റം വരുത്തുകയാണ്. എങ്ങനെയാണ്? 3 പ്ലസ് അല്ലെ, നമ്മൾ എത്ര ടൈംസ് ആണെന്നുള്ളത്, ക്വാണ്ടിറ്റി ആണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം അല്ലെ, അതായത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. 3 പ്ലസ് 2 ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് 2 അല്ലെ, അപ്പൊ ഇത് എത്രയായി മാറി? 2 ഇൻറ്റു 2 അല്ലെ, 4 പ്ലസ് 3 is equal to 7 അല്ലെ. അപ്പൊ അതായത് 3നെ ഞാൻ എന്താക്കി മാറ്റി? 7 ആക്കി ചേഞ്ച് ചെയ്തു. ദെൻ നെക്സ്റ്റ് എലമെന്റ് ആയിട്ടുള്ള -2നെ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കൂ. -2നെ നമ്മൾ -2 പ്ലസ് 2 ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് 0 അല്ലെ. 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്താണ്? 0 തന്നെ. സോറി, 2 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. പ്ലസ് -2 അല്ലെ, അപ്പൊ നമുക്ക് എന്താ -2 തന്നെയാണ് നമുക്ക് കിട്ടിയ ആൻസർ അല്ലെ. അപ്പൊ ഈ കോളത്തിന് നമ്മൾ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു അല്ലെ, അതായത് 1 3 -2 എന്നുള്ള എലമെന്റ്സിനെ ഞാൻ എന്ത് ചെയ്തു? 2 ടൈംസ് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനോടൊപ്പം കൂട്ടി. അങ്ങനെ എനിക്ക് വേറൊരു മെട്രിക്സ് കിട്ടി. അങ്ങനെ കിട്ടുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഒറിജിനൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂവിന് തുല്യമായിരിക്കും. അപ്പൊ ഇനി നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതായത് ഫസ്റ്റ് കോളത്തിനെയോ അല്ലെങ്കിൽ സെക്കൻഡ് കോളത്തിനെയോ നിങ്ങൾ മാറ്റം വരുത്തുക. 2 ടൈംസോ അല്ലെങ്കിൽ എത്ര k ടൈംസ് നിങ്ങളോട് മാറ്റം വരുത്താൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യാണ്? നിങ്ങളോട് അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് a ഈസ് ഈക്വൽ ടു 56 ദെൻ കാൽക്കുലേറ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഇങ്ങനെ ഒരു വാല്യൂ, അതായത് ചേഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് അതിനോടൊപ്പം ആഡ് ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സിനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, ഇത് മാത്രമാണ് തന്നിട്ടുള്ളത്, നിങ്ങൾ നോക്കുക ഇത് അങ്ങനെ ചെയ്തതാണോ എന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. എന്ത് എഴുതിയാൽ മതി? ആ 56 അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ലാസ്റ്റത്തെ പ്രോപ്പർട്ടി എന്താ ചെയ്യുന്നത് നോക്കും. ഇവിടെ അപ്പൊ നമ്മളിപ്പോ ഇവിടെ 1 6 5 3 2 1 -2 0 -3 ഇതിന്റെ ഡിറ്റർമിനന്റ് ഇപ്പൊ സപ്പോസ് ഒരു 56 ആണെന്ന് വിചാരിക്കുക. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 56 ആണെന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം, അതായത് ഇതിനെ നമുക്ക് 1 6 ഇപ്പൊ ഏതെങ്കിലും ഒരു റോനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിലെ എലമെന്റിനെയോ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഡിറ്റർമിനന്റ് ആർ സം മോർ ഡിഫറൻസ് ഓഫ് 2 or more elements. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യാം, അതായത് ഇപ്പൊ ഇത് എന്തിന് ഈക്വൽ ആണ് നോക്കുക. ഈ 5 ഈ ഒരു തേർഡ് കോളത്തിലെ എലമെന്റ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 5 കിട്ടുന്ന രീതിയിൽ 2 + 3 അല്ലെ, അതിന്റെ സമ്മാണ് 5. അതേപോലെ തന്നെ 0 + 1 അപ്പൊ നമുക്ക് 1 കിട്ടും. 2 + -5 ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കാണുക? ഫസ്റ്റ് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് ഈ എലമെന്റ്സിനെ നമുക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ അത് എങ്ങനെയാ അതിന്റെ ഡിറ്റർമിനന്റ് കാണുക? അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 1 6 എഴുതുക, എന്നിട്ട് ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് എടുക്കുക അല്ലെ. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഈ ഒരു
ഇതിലെ ഫസ്റ്റ് എലമെന്റ് 2 ആണ്, അതിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതുക. ദെൻ 3 2 ഇതിലെ ഫസ്റ്റ് എലമെന്റ് എടുക്കുക 0 അല്ലെ. ആൻഡ് ഈ ഒരു റോയിലെ 2 പ്ലസ് മൈനസ് 5 ഇതിലെ ഫസ്റ്റ് എലമെന്റ് 2 അല്ലെ, അതങ്ങനെ എഴുതാം. പ്ലസ് ഇനി എന്ത് ചെയ്യാം, അതേപോലെ തന്നെ 1 6 നെക്സ്റ്റ് എലമെന്റ് 3 എടുക്കുക. ദെൻ 3 2 കഴിഞ്ഞിട്ട് ഇതിലെ ഈ ഒരു കാൽക്കുലേഷനിലെ നെക്സ്റ്റ് എലമെന്റ് 1 എടുക്കുന്നു. -2 0 നെക്സ്റ്റ് ഈ ഒരു കാൽക്കുലേഷനിലെ ഈ സെക്കൻഡ് എലമെന്റ് ആയിട്ടുള്ള -5 എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് രണ്ടും ഇപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് ഒരു -24 എന്ന് കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് -24 എന്ന് കിട്ടും. ദെൻ ഇതിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, +80 കിട്ടും. ഓക്കെ, അപ്പൊ -24 + 80 എന്ന് കിട്ടുമ്പോ അത് എത്രയാണ്, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 56 തന്നെ കിട്ടും. ഓക്കെ, അതായത് ആദ്യത്തെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഏതെങ്കിലും മെട്രിക്സിലെ കോളത്തിന്റെയോ അല്ലെങ്കിൽ റോയിന്റെയോ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ ഉള്ള ഒരു കാൽക്കുലേഷൻ രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഓരോന്നിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ മെട്രിക്സിന്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്, ഇതിന്റെ സമ്മാണ്, ഇത് രണ്ടും കൂടി ചേർന്നതിന്റെ സമ്മാണ് ഫസ്റ്റത്തെ ഒറിജിനൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. ഫസ്റ്റ് മെട്രിക്സിൽ അതായത് ഇപ്പൊ 5 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയത്, 2 + 3. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും അതിനെ ഒരു ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. അപ്പൊ ഇങ്ങനെ ചെയ്താലും കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കുക. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്, എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് എ ഡിറ്റർമിനന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ആദ്യം നമ്മൾ മൈനേഴ്സ്, അതായത് ഒരു ഡിറ്റർമിനന്റിന്റെ എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കുക. അപ്പോ ആദ്യം നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കുക. മൈനർ ഓഫ് ആൻ എലമെന്റ് Aij ഓഫ് എ ഡിറ്റർമിനന്റ് is the determinant obtained by deleting ith row and jth column in which Aij lies. ഇപ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു എലമെന്റിന്റെ അതായത് ഒരു മെട്രിക്സിലെ ഒരു എലമെന്റിന്റെ മൈനർ കാണണം. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാണ് അതിന്റെ മൈനർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാന്ന് നോക്കുക. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതായത് ഇതൊരു 3x3 മെട്രിക്സ് ആണ് അല്ലെ. അപ്പൊ അതില് നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതിലെ A32 ആൻഡ് A23, അതായത് ഇതില് A32 എന്ന് പറയുമ്പോ എന്താണ്, മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളം അല്ലെ. മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളം എന്ന് പറയുമ്പോ ഏതായിരിക്കും, മൂന്നാമത്തെ റോ എന്ന് പറയുമ്പോ ഏതായിരിക്കും അല്ലെ, മൂന്നാമത്തെ റോ അതിലെ രണ്ടാമത്തെ കോളം ഏതാണ്, ഇത് അല്ലെ. മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളം 2. അതേപോലെ തന്നെ A23 എന്ന് പറയുമ്പോ എന്തായിരിക്കും, രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ കോളം. ഇതിന്റെ മൈനർ കാണണം. അപ്പൊ നമ്മൾ മൈനറിനെ ഡിനോട്ട് ചെയ്യുന്നത് Mij എന്നാണ്. അപ്പൊ നമ്മൾ അങ്ങനെ മൈനർ കാണണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാ, ആദ്യം നമ്മൾ നമുക്ക് ഫസ്റ്റ് A32 എന്ന എലമെന്റിന്റെ മൈനർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കി, A32 എന്ന് പറയുമ്പോൾ നമുക്കറിയാം തേർഡ് റോയിലെ സെക്കൻഡ് കോളം. അപ്പൊ ഈ എലമെന്റ് അടങ്ങിയിട്ടുള്ള കോളത്തിനെയും റോയെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഡിലീറ്റ് ചെയ്യാണ് അല്ലെ. അതായത് ഈ ഒരു റോയാലും ഈ ഒരു കോളവും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളത് എങ്ങനെയായിരിക്കും, 7 9 അതേപോലെ തന്നെ 3 4 ബാക്കിയുള്ള എലമെന്റ്സ് ഇങ്ങനെയായിരിക്കും 7 9 3 4. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ ഒരു മെട്രിക്സിന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ ഇതിന്റെ മൈനർ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, നമുക്ക് അറിയാം ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അതായത് ഇവിടെ എങ്ങനെയായിരിക്കും, ഈ C = 7 × 4 - 9 × 3 അല്ലെ. 7 × 4 - 9 × 3 എങ്ങനെ കിട്ടും,
അല്ലെ? അതായത് 7 into 4 എത്ര കിട്ടും? 28 അല്ലെ? 28 minus 3 into 9 27 അല്ലെ? 27. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1. ഓക്കെ, അപ്പൊ നമുക്ക് A23ന്റെ മൈനർ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്താണ് കാണുന്നത്? A23ന്റെ മൈനർ കാണണം അല്ലെ? A23 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ കോളം, അതായത് 4 അല്ലെ? 4 ആണ് എന്ത്? അതിന്റെ എലമെന്റ്. ആ എലമെന്റിന്റെ മൈനർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ നോക്കുക? അപ്പൊ ആ എലമെന്റ് അടങ്ങിയിട്ടുള്ള റോയും കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ബാക്കി വരുന്നത് ഏതൊക്കെയായിരിക്കും? അല്ലെ? ഈ കോളവും ഈ റോയും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 7 5 6 2 അല്ലെ? ഇങ്ങനെയുള്ള ഇതായിരിക്കും. നോക്കുക, ഇനി ആ ഒരു ഇതിന്റെ നമ്മൾ എങ്ങനെയാണ് അതിന്റെ മൈനർ കാണാന്നുള്ളത് നോക്കുക. ഈസ് ഈക്വൽ ടു 7 into 2 minus 5 into 6 14 minus 30 അല്ലെ? ഇപ്പൊ നമുക്ക് എത്ര കിട്ടും? 14ൽ നിന്ന് 30 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? -16 കിട്ടും അല്ലെ? -16 കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ മൈനർ. അപ്പൊ ഇത് എളുപ്പമാണ് മൈനർ കാണാന്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏത് എലമെന്റിന്റെ മൈനർ ആണോ കാണേണ്ടത് ആ എലമെന്റ് അടങ്ങിയിട്ടുള്ള കോളവും റോയും നമുക്ക് ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ മൈനർ ഓഫ് A11 ആണ് എന്നുണ്ടെങ്കിൽ which is obtained by deleting first row and first column of ബാക്കിയുള്ളതിന്റെ എന്ത് കാണണം? നമ്മൾ അതിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ എലമെന്റിന്റെ മൈനർ കിട്ടും. ക്ലിയർ? അപ്പൊ നമ്മള് ഒരു എലമെന്റിന്റെ മൈനർ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് എലമെന്റിന്റെ ആണോ മൈനർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ എലമെന്റ് അടങ്ങിയിട്ടുള്ള കോളവും റോയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന എലമെന്റിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ആ ഒരു എലമെന്റിന്റെ മൈനർ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗമാണ് കോഫാക്ടേഴ്സ്. നമുക്ക് ഒരു എലമെന്റിന്റെ കോഫാക്ടർ കാണണം അല്ലെ? അതായത് ഒരു എലമെന്റിന്റെ ഡിറ്റർമിനന്റിന്റെ കോഫാക്ടർ കാണണം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക? നമ്മൾ ഈ കോഫാക്ടർ കാണാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Aij is equal to അതായത് കോഫാക്ടർ ഓഫ് Aij is equal to നമ്മൾ ഈ കോഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് അല്ലെ? അതായത് ഇപ്പോ Aij അതായത് ദി ഫാക്ടർ ഓഫ് എലമെന്റ് Aij ഈസ് എന്ന്, അതായത് ഇപ്പോ ഈ Aij എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റിനെ Aij എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എലമെന്റിന്റെ കോഫാക്ടർ എന്ന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ക്യാപിറ്റൽ ലെറ്റർ Aij. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ കോഫാക്ടർ കാണണമെന്നുണ്ടെങ്കിൽ കോഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ Aij. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? -1 raised to I plus j into minor of that element. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലെ? 3/3 എന്നുള്ള ഓർഡറിലുള്ള ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കോഫാക്ടർ കാണണം. ഓക്കെ, അപ്പൊ കോഫാക്ടർ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിന്റെ മൈനർ കാണണം, ആ എലമെന്റിന്റെ മൈനർ കാണണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ഇക്വേഷനിലേക്ക് ഇടുക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കൂ, ഇവിടെ ഫസ്റ്റത്തെ എലമെന്റിന്റെ കോഫാക്ടർ ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ അവിടെ നമുക്കറിയാം. ഇത് നോക്കൂ, ഇവിടെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? A11 അല്ലെ? A11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം ആണ് ഈ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നോക്കൂ, 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും? A12 ഒന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിലെ എലമെന്റ് ആണ് 6 അല്ലെ? അതേപോലെ തന്നെ A13 ഒന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കോളമാണ് 5. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനെ നമ്മൾ ഓരോ എലമെന്റിനും നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് കാണേണ്ടത്
A11ന്റെ കോഫാക്ടർ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? A11 അല്ലെ, അതായത് നമ്മൾ 1 എന്നുള്ളതിന്റെ കോഫാക്ടർ ആണ് നമ്മൾ കാണുന്നത്. എങ്ങനെ കാണാൻ നോക്കുക. അതിന് ഇക്വേഷൻ എന്താണ്? -1 raised to I plus j. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുക, ഇതെങ്ങനെയാണ്? കോളം റോ, അതാണ് I plus j എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു 1 എന്നുള്ള എലമെന്റിന്റെ കോഫാക്ടർ ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് നോക്കുക, അത് എത്രാമത്തെ റോയിലാണ്, എത്രാമത്തെ കോളത്തിലാണ്. അതായത് 1ാമത്തെ റോയിലെ 1ാമത്തെ കോളാണ്, അതാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് 1ാമത്തെ റോ പ്ലസ് 1ാമത്തെ കോളത്തിലെ എലമെന്റ് ആയതുകൊണ്ട് 1 + 1 എന്ന് എഴുതി. നമുക്ക് ഇവിടെ ഇനിയിപ്പോ അടുത്തത് A12 ആണെന്നുണ്ടെങ്കിൽ A12 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതായത് 6 എന്നുള്ള എലമെന്റിന്റെ കോഫാക്ടർ ആയിരിക്കും കാണുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇവിടെ നോക്കൂ, -1 1 + 2 അല്ലെ, അതായത് ഈ ഒരു ഇത് നോക്കണം നിങ്ങൾ അല്ലെ, ഈ ഒരു ഓർഡർ നിങ്ങൾ നോക്കണം. 1ാമത്തെ റോയിലെ 2ാമത്തെ കോളം, അതായത് 1 + 2. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വരിക. അപ്പൊ നോക്കാം, അപ്പൊ നമ്മളിവിടെ ഇതിനെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു. ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? -1 raised to 1ാമത്തെ കോളത്തിലെ 1ാമത്തെ A11 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യുക? 1 + 1 എന്ന് ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മൈനർ കാണാം. മൈനർ കാണാന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം. എങ്ങനെയാണ് മൈനർ കാണുന്നത്? ഏത് എലമെന്റിന്റെ മൈനർ ആണോ നമുക്ക് കാണേണ്ടത് അത് അടങ്ങിയിട്ടുള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ A11ന്റെ കോഫാക്ടർ ആണ് കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? A11 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോയും കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് എത്രയാണ്? എന്താ കിട്ടുന്നത്? 2 1 0 -3 2 1 0 -3 അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ -1 raised to 1 + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? -1 raised to 2 അല്ലെ, -1 raised to 2 ഇൻറ്റു, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ മൈനർ, ഈ ഒരു സംഭവം നമ്മൾ സോൾവ് ചെയ്യണം. നമുക്കറിയാം ഇത് എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടത് അല്ലെ. നോക്കൂ, ഇവിടെ 2 × -3 2 × -3 -1 × 0 1 × 0. അപ്പൊ നമുക്ക് ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നോക്കൂ, ഇവിടെ 2 × -3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് -6 കിട്ടും. -1 × 0 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0 തന്നെയാണ് കിട്ടുക അല്ലെ. അപ്പൊ -6 -0 ചെയ്താൽ നമുക്ക് -6 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് -6 കിട്ടി. ഓക്കെ, അപ്പൊ ഈ -6നെ നമുക്ക് ഇവിടെ നോക്കാം. ഈ -6നെ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് ഇവിടെ -1 raised to 2 -6 അല്ലെ, ഇതിനെ നമ്മൾക്ക് ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇപ്പൊ -1 raised to 2 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? -1 × -1 എന്തായി മാറിയത്? അത് +1 ആയി മാറി. ഓക്കെ, +1 × -6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെന്നെയാണ് ആൻസർ? -6 തന്നെയാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത എലമെന്റിന് നോക്കുക. അടുത്ത എലമെന്റിന് കാണുക. അടുത്ത എലമെന്റ് A12 അല്ലെ. A12 എങ്ങനെയാണ് കാണുന്നത്? A12 നമ്മുടെ ഇക്വേഷൻ എന്താണ്? കോഫാക്ടർ ഓഫ് A12 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ഇക്വേഷൻ -1, നോക്കൂ ഇവിടെ ith റോ പ്ലസ് jth കോളം അല്ലെ, അതായത് 1ാമത്തെ റോ 2ാമത്തെ കോളം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? 1 + 3. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം, ഈ ഒരു സ്ട്രക്ചർ, ഇതിന്റെ ഈ ഓർഡർ നിങ്ങൾ നോക്കിയിരിക്കണം. കോഫാക്ടർ ഓഫ് A12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1 + 2 അല്ലെ, 1 + 2 അല്ലെ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ മൈനർ ഇൻറ്റു ചെയ്യാം അല്ലെ. മൈനർ ഇൻറ്റു ചെയ്യാന്ന് പറയുമ്പോൾ 1ാമത്തെ റോയിലെ 2ാമത്തെ കോളം എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഈ 6 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോയും കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്യാം അല്ലെ. അതായത് ഈ ഒരു റോയും ഈ ഒരു കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്തു. ബാക്കി കിട്ടുന്ന എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? 3 1 -2 -3. ഓക്കെ, ഇനി ഇത് നമ്മളിത് സോൾവ് ചെയ്യാം. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? അതായത് 3 × -3 -1 × -2 അല്ലെ. 3 × -3 1 × -2 1 × -2. ഓക്കെ, 1 × -2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും?
3 into -3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -9 കിട്ടുന്നു. -1 into -9 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? 1 into -9 ചെയ്താൽ നമുക്ക് -2 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 2 മൈനസ് വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ പ്ലസ് ആക്കി മാറ്റാം. അപ്പൊ ഇതിങ്ങനെ എഴുതാം, -9 + 2. ഓക്കെ, അപ്പൊ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു നെഗറ്റീവ് ചിഹ്നത്തിനെ നമ്മൾ പ്ലസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് സൈനുള്ള ഒരു സംഖ്യയെ കൊണ്ട് നമ്മൾ പ്ലസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുന്നു അല്ലെ? അതായത് ഇവിടെ എന്താണ് ഇവിടെ വരുന്നത് നോക്കുക. -9 + 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 9ൽ നിന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? 7 കിട്ടും അല്ലെ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വലുതിന്റെ ചിഹ്നം ഇടുന്നു, -7 ഇടുന്നു അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഭവം ചെയ്തിട്ടില്ല നമ്മൾ അല്ലെ? അതായത് നമുക്ക് ഇത് മാത്രമേ നമുക്ക് കിട്ടിയത്, മൈനർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതും കൂടി ചെയ്യണം. നോക്ക് ഇവിടെ 1 - 1 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലെ? 3 into -7 അല്ലെ? അപ്പോ -1 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? -1 into -1 into -1 അല്ലെ? -1 into -1 എന്തായി മാറി? 1 +1 ആയി. into -1 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി മാറി? അത് -1 ആയി മാറി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് നോക്കൂ, ഇവിടെ -1 into -7 അല്ലെ? അപ്പോ രണ്ട് മൈനസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അത് +7 ആയി മാറും. അപ്പോ A12ന്റെ കോഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? +7 ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഈ ഒരു എലമെന്റ് ഇവിടെ നമ്മൾ, അതായത് -1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം അല്ലെ? -1 I + j, ഇവിടെ നമ്മള് ഇവിടെ ഒരു ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോ 1 + 1 എന്ന് പറയുമ്പോൾ എന്താണ്? raised to ആയില്ലേ? അതായത് -1 raised to 2 ആയി അല്ലെ? അതല്ലെങ്കിൽ ഇവിടെ നോക്ക് 1 + 2 എന്ന് പറയുമ്പോൾ എന്തായി? -1 raised to 3 ആയി അല്ലെ? ഇവിടെ ഒരു ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തായി മാറും? പ്ലസ് ആയി മാറും അല്ലെ? ഇതൊരു ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് എന്തായി മാറും? അത്, അല്ലെങ്കിൽ ഒരു ഒറ്റ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ അത് എന്തായി മാറുന്നു? അതൊരു നെഗറ്റീവ് സൈൻ ആയി മാറുന്നു. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ എലമെന്റിന്റെയും കോഫാക്ടർ കാണാൻ പറ്റും. ഇനി അടുത്ത നോക്കൂ, വേണമെങ്കിൽ അടുത്തും കൂടെ നമുക്ക് നോക്കാം. A13ന്റെ കോഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? -1 അല്ലെ? ഇക്വേഷൻ എന്താണ്? -1 into I + j. I + j എന്ന് പറയുമ്പോൾ 1 + 3 അല്ലെ? A13 ആണ് നമ്മൾ കാണുന്നത്. അപ്പോ 1 + 3 into അതിന്റെ മൈനർ അല്ലെ? അതായത് ഈ A13 ആണ് കാണുന്നത്. അപ്പൊ ഈ എലമെന്റ് അടങ്ങിയിട്ടുള്ള റോയും കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ പിന്നെ ബാക്കിയുള്ള എലമെന്റ് ഏത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? 3 2 -2 0. ഓക്കെ, ഇനി ഇത് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്? സോൾവ് ചെയ്യാണ് അല്ലെ? അതായത് 3 into 0 -2 into -4 2 into -2 അല്ലെ? 2 into -2 അല്ലെ? 3 into 0 ചെയ്യുമ്പോൾ 0 മൈനസ് 2 into -2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -4 കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 0 + 4 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് തന്നെയാണ്? 4 കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഓക്കെ, ഇത് ചെയ്യാം അല്ലെ? അതായത് -1 raised to 1 + 3 എന്ന് പറയുമ്പോൾ 4 into 4 അല്ലെ? അപ്പൊ -1 raised to 4 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? -1 into -1 into -1 into -1. -1നെ നമ്മൾ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാണ് അല്ലെ? അതായത് -1 into -1 +1 ആവും. പിന്നെ നമ്മൾ അതേപോലെ തന്നെ -1 into -1 അത് +1 ആവും അല്ലെ? അപ്പൊ അതായത് ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഒരു ഇരട്ട സംഖ്യ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് എന്താണ്? ഈ -1 അത് പ്ലസ് ആയി മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ +1 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ +1 into അല്ലെ? 1 into 4 നമുക്ക് കിട്ടുന്ന കോഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ എലമെന്റിന്റെയും കോഫാക്ടറുകൾ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്.
ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ്. അടുത്തൊരു ഭാഗം നോക്കുക, ക്രാമേഴ്സ് റൂൾ അല്ലെ. ക്രാമേഴ്സ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രാമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗബ്രിയേൽ ക്രാമർ ആണ്. അതായത് അയാൾ ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. അയാൾ എന്താ ചെയ്യുന്നത്, ക്രാമേഴ്സ് റൂൾ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലീനിയർ ഇക്വേഷനെ നമുക്ക് എങ്ങനെ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം എന്നാണ് ഈ ഒരു ക്രാമേഴ്സ് റൂളിൽ പറയുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഒരു ലീനിയർ ഇക്വേഷനെ മെട്രിക്സിന്റെ രൂപത്തിലേക്ക് മാറ്റി അതിനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ക്രാമേഴ്സ് റൂളിൽ പറയുന്നത്. ഓക്കെ, ആദ്യം ക്രാമേഴ്സ് റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ലീനിയർ ഇക്വേഷനെ ഒരു മെട്രിക്സ് ഫോർമാറ്റിലേക്ക് മാറ്റണം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് ഒരു 3 ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3x3 ഒരു മെട്രിക്സ് ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ലീനിയർ ഇക്വേഷനെ ഒരു മെട്രിക്സ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫോമിലാണ് മാറ്റുക. Ax ഈസ് ഈക്വൽ ടു ബി. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ആണ്, എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾ, ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ്. അപ്പൊ നോക്കൂ ഇവിടെ, അതായത് ഇവിടെ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ നോക്കൂ, ഇതിനെ നമുക്ക് എനെ നമുക്ക് കോഎഫിഷ്യന്റ് ആണ് അല്ലെ. അതായത് ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇതിന്റെ വാല്യൂ എന്താണ്, 1 ആണ് അല്ലെ. വെറും എക്സ് ആണെങ്കിൽ 1 ആണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് 1 ഇങ്ങോട്ട് മാറ്റി എഴുതാം. 4y അല്ലെ, ഇതിന്റെ കോഎഫിഷ്യന്റ് 4 ആണ്, -4 ആണ്. അപ്പൊ -4, അതേപോലെ തന്നെ മൈനസ് z അല്ലെ. അപ്പൊ ഇവിടെ ഇതിന്റെ എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലെ. അപ്പൊ -1. ഇനി അടുത്തത് നോക്കുക, ഇതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ 2 ആണ്, +2. അതേപോലെ അതായത് +2 ആണ് അല്ലെ. അതേപോലെ തന്നെ ഇതിന്റെ -5 അല്ലെ, -5 എടുക്കുക. ആൻഡ് 2z എന്നുള്ളത് 2 എടുക്കുക. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ ലീനിയർ ഇക്വേഷൻ നോക്കൂ, ഇതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള -3 +2 +1. അപ്പൊ നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എക്സ് എടുക്കണം. എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വേരിയബിൾസ് ആണ് അല്ലെ. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ അതിൽ 3 വേരിയബിൾ ആണ് ഉള്ളത് അല്ലെ. അതായത് എക്സ് വൈ സെറ്റ്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 3 വേരിയബിൾസ് നമ്മൾ എഴുതി. ബി എന്ന് പറയുമ്പോൾ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു സംഖ്യ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയ ഒരു സംഖ്യ അല്ലെ, ഈസ് ഈക്വൽ ടു 11 39 1. അപ്പൊ നമ്മൾ അത് അങ്ങനെ എഴുതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി. ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റിയ ശേഷം ഈ ലീനിയർ ഇക്വേഷനെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ മെട്രിക്സ് ഫോമിനെ നമ്മൾ ആ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ മെട്രിക്സിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് അല്ലെ. എക്സ് കിട്ടി, ബി കിട്ടി, ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മൾ ഇനി എക്സ് അല്ലെങ്കിൽ എക്സ് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാണേണ്ട വേരിയബിൾസ് ഏതിന്റെയാണ്, അതായത് എക്സിന്റെ വാല്യൂ കാണണം, വൈന്റെ വാല്യൂ കാണണം, സെറ്റിന്റെ വാല്യൂ കാണണം അല്ലെ. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണം ഈ മെട്രിക്സ് യൂസ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ഇവിടെ x1 കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നോക്കൂ, a1ന്റെ ഡിറ്റർമിനേഷൻ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. അപ്പൊ നമുക്ക് എന്ത്, നമുക്ക് എ ഉണ്ട് അല്ലെ, എ ഉണ്ട്, എ എന്നുള്ള മെട്രിക്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം അല്ലെ. ഏതെങ്കിലും ഒരു റോയോ കോളമോ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പൊ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ആ സൈന് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഫസ്റ്റ് റോനെയാണ് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് റോയിലെ ഓരോ എലമെന്റ്സ് കൊടുക്കുക അല്ലെ. അതിൽ വരുന്ന കോളംസ് ആൻഡ് റോസ് നോക്കുക, അതിനെ റിമൂവ് ചെയ്യുക, എന്നിട്ട് ബാക്കി വരുന്ന എന്താണ് 2x2 മെട്രിക്സിനെ എന്ത് ചെയ്യുക, നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ചെയ്യുക അല്ലെ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഡിറ്റർമിനന്റ് കാണാനുള്ളത് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ എന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കാണുക. അങ്ങനെ നമുക്ക് എന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ നമുക്ക് കിട്ടുന്നത് 34 ആണ്. നിങ്ങളത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും 34 എന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് a1 കാണണം. a1 എങ്ങനെയാണ് കാണുക, അതായത് നമ്മളിപ്പോ ഈ എക്സിനെ നമ്മൾ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a1ന്റെ ഡിറ്റർമിനന്റ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ അല്ലെ. അതായത് നമുക്കൊരു മെട്രിക്സ് എന്നാൽ അതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ എന്റെ ഡിറ്റർമിനന്റ് നമുക്ക് കാണാം.
നമുക്ക് A1 കിട്ടണം. A1 എങ്ങനെയാണ് കിട്ടുക? A1 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമുക്ക് തന്നിട്ടില്ല, നമുക്ക് മെട്രിക്സിലേക്ക് ലീനിയർ ഇക്വേഷനെ നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി. അതിന് നമ്മൾ എന്ത് ചെയ്യണം? A എന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് കോളത്തിനെ B എന്ന എലമെന്റുമായിട്ട് റീപ്ലേസ് ചെയ്യാം. ഇപ്പൊ B എന്ന മെട്രിക്സിന്റെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 11, 39, 1 അല്ലെ? അപ്പൊ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോളത്തിന്, അതായത് ഈ 1, 2, -3 എന്നുള്ള ഭാഗത്തിനെ നമ്മൾ എന്താക്കി എഴുതാണ്? 11, 39, 1. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ആ സെയിം എലമെന്റ് തന്നെ എഴുതുക. ഓക്കെ, ഇനി നമ്മൾ A2 കാണണമെന്നുണ്ടെങ്കിൽ അല്ലെ, A2 കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? A2 കാണുന്നുണ്ടെങ്കിൽ കോളം, അതായത് കോളം നമ്പർ 2നെ നമ്മൾ B എന്ന മെട്രിക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ബാക്കി എലമെന്റ് ഒക്കെ അതേപോലെ നിർത്തുക. നോക്കൂ, A2 ഈസ് ഈക്വൽ ടു ബാക്കിയുള്ള എലമെന്റിനൊക്കെ അതേപോലെ നിർത്തിയിട്ട് ഈ -4, -5, 2 എന്നുള്ള എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു? 11, 39, 1 എന്ന ബിയിലെ മെട്രിക്സിന്റെ എലമെന്റ്സുമായിട്ട് മാറ്റി എഴുതി. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? A3യും കാണണം അല്ലെ? അതെങ്ങനെയാണ് A3 കാണുക? മൂന്നാമത്തെ കോളത്തിലെ എലമെന്റ്സിനെ മാറ്റിയിട്ട് നമ്മൾ ബി മെട്രിക്സിന്റെ എലമെന്റ്സിനെ എഴുതുക. ബാക്കിയുള്ളതൊക്കെ അതേപോലെ നിർത്തുക അല്ലെ? അതായത് ഇവിടെ നോക്കൂ, A3 കാണാന് എന്താ ചെയ്യുന്നത്? സോറി അല്ലെ, A3 നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ബാക്കിയുള്ള എലമെന്റ്സിനൊക്കെ അതുപോലെ നിർത്തിയിട്ട് തേർഡ് കോളംസ് മാത്രം നമ്മൾ എന്ത് ചെയ്യാം? മാറ്റം വരുത്തുക അല്ലെ? ബി കൊണ്ട് നമ്മൾ മാറ്റി എഴുതുക അല്ലെ? അങ്ങനെ നമ്മൾ മാറ്റി എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ നമുക്ക് A1 കിട്ടി. ഇനി ഈ A1ഉം A2, A3 ഇതിന്റെ ഒക്കെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ A1ന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -34 എന്ന് കിട്ടും. A2ന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -170 എന്ന് കിട്ടും. ആൻഡ് A3ന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 272 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇക്വേഷനിലേക്ക് ഇടുക. എക്സ് എങ്ങനെയാ നമ്മൾ കാണുക? എക്സ് ഈസ് ഈക്വൽ ടു A1ന്റെ ഡിറ്റർമിനന്റ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A അല്ലെ? അപ്പൊ നമ്മൾ A1ന്റെ ഡിറ്റർമിനന്റ് എത്ര കിട്ടിയത് നമുക്ക്? -34 ഡിവൈഡഡ് ബൈ എന്റെ ഡിറ്റർമിനന്റ് 34. ഓക്കെ, അപ്പൊ -34 ഡിവൈഡഡ് ബൈ 34 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? നമുക്ക് കിട്ടുന്ന ആൻസർ -1 ആണ് അല്ലെ? -1 ആണ്. ദെൻ ഇനി അടുത്തത് y എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാ? y സോൾവ് ചെയ്യുന്നത് ഡിറ്റർമിനന്റ് ഓഫ് A2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A അല്ലെ? അതായത് ഡിറ്റർമിനന്റ് ഓഫ് A2 എന്ന് പറയുന്നത് എന്താണ്? -170 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് 34 ആണ്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? -5 കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് നോക്കുക. അടുത്തത് നമുക്ക് സെറ്റിനെ നമ്മൾ എങ്ങനെയാ സോൾവ് ചെയ്യുക? ഡിറ്റർമിനന്റ് ഓഫ് A3 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A. നമുക്ക് A3 കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 272 ആണ്. A3ന്റെ ഡിറ്റർമിനന്റ് 272 ആണ്. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A 34 അല്ലെ? അപ്പൊ 272 ഡിവൈഡഡ് ബൈ 34 ചെയ്യുമ്പോൾ 8 കിട്ടും. അപ്പൊ നമ്മൾ ആ ഒരു ഇക്വേഷനെ, ലീനിയർ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളത് സോൾവ് ചെയ്തു. അതിന്റെ എക്സും വൈയും സെറ്റിന്റെ വാല്യൂ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ? ഒരു മെട്രിക്സിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലീനിയർ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്തു. അപ്പൊ ക്രാമേഴ്സ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമുക്കൊരു ലീനിയർ ഇക്വേഷനെ മെട്രിക്സിന്റെ ഫോമിലേക്ക് മാറ്റി എഴുതി അതിനെ സോൾവ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മെട്രിക്സിന്റെ ഫോമിലേക്ക് എങ്ങനെയാണ് മാറ്റി എഴുതുന്നത്? Ax ഈസ് ഈക്വൽ ടു ബി അല്ലെ? A എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ്, എക്സ് എന്ന് പറയുന്നത് അതിന്റെ വേരിയബിൾ ആൻഡ് ബി എന്ന് പറയുന്നത് അതിന്റെ കോൺസ്റ്റന്റ്. അങ്ങനെ നമ്മൾ 3 മെട്രിക്സുകൾ ആക്കിയിട്ട് എഴുതും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ x1 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് A1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിന്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? A1 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബി അല്ലെ? ബിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് കോളത്തിലെ എലമെന്റുമായിട്ട് റീപ്ലേസ് ചെയ്യാണ്. അതേപോലെ തന്നെ A1, 2 അല്ലെങ്കിൽ A2 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മെട്രിക്സ് എയിലെ സെക്കൻഡ് കോളവുമായിട്ട് ബിയിലെ എലമെന്റിനെ നമ്മൾ മാറ്റി എഴുതുന്നു. അങ്ങനെ മാറ്റി എഴുതിയിട്ട് നമുക്ക് എന്ത് കിട്ടും? വേറൊരു ഫോം ഓഫ് മെട്രിക്സ് കിട്ടും. അതിന്റെ ഡിറ്റർമിനന്റ്, അതിന്റെ ഓരോന്നിന്റെയും ഡിറ്റർമിനന്റ് നമ്മൾ കാണുക. അങ്ങനെ കിട്ടിയിട്ടുള്ള ഡിറ്റർമിനന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്?
ഡിറ്റർമിനന്റ് ഓഫ് എ അല്ലെങ്കിൽ ഒറിജിനൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റുമായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ വേരിയബിൾസിനെയും നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് ക്രാമേഴ്സ് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. നമുക്കൊരു മെട്രിക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കാണാം എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ 1 ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തുതന്നെയായിരിക്കും? ആ ഒരു സെയിം എലമെന്റ് തന്നെയായിരിക്കും. 1/2 എന്നുള്ള മെട്രിക്സിനെ നമ്മൾ എന്താ ചെയ്യുക? അതായത് രണ്ട് ഡയഗണൽ എലമെന്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് അത് മൈനസ് ചെയ്യാം അല്ലെ? അതേപോലെ തന്നെ 3/3 എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ എലമെന്റ്സ് എങ്ങനെയാണ് കാണുക? ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു റോയെയോ അല്ലെങ്കിൽ കോളത്തിനെയോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു അല്ലെ? അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മെട്രിക്സ് ഡിറ്റർമിനന്റ് കാണുന്നു അല്ലെ? അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഏത് കോളവും ഏത് റോയും നമുക്ക് യൂസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് സെയിം ആൻസർ ആയിരിക്കും. പിന്നെ പറയുന്നത് ഇതിലെ പ്രോപ്പർട്ടീസ് ആണ്. ഒരു 6 പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൈനേഴ്സ് ആണ്. ഒരു എലമെന്റിന്റെ മൈനേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ കോഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ലാസ്റ്റ് വൺ ഡിസ്കസ് ചെയ്തത് ക്രാമേഴ്സിന്റെ റൂള് അല്ലെ? അതായത് ഒരു ലീനിയർ ഇക്വേഷനെ ഒരു മെട്രിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? മെട്രിക്സ് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കണം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ വരുന്നത്.